ദലൈലാമയുടെ ക്ഷേത്രവും അദ്ദേഹത്തിൻ്റെ കൊട്ടാരമൊക്കെ കണ്ടിട്ട് നല്ല ഒരു ഹിമാലയൻ ചായ കുടിച്ചു. അവിടെ ബുദ്ധസന്യാസികളും സഞ്ചാരികളും ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല ചായയായിരുന്നു. അതും കഴിച്ച് മെല്ലെ യാത്ര ആരംഭിച്ചു. ഇനി നമ്മൾ ഒരു വലിയൊരു അത്ഭുത നിർമ്മിതി കാണാനാണ് പോകുന്നത്. വളരെ മനോഹരമായ ഒരു അത്ഭുത നിർമ്മിതി. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ചില വീഡിയോകളൊക്കെ എടുത്തു. മനോഹരമായിരിക്കുന്ന ഹിമാലയൻ വീടുകൾ, വലിയ കുന്നുകളുടെ മുകളിലാണ് ഈ വീടുകൾ നിൽക്കുന്നത്. താഴെയാണെങ്കിൽ അഗാധമായ താഴ്ച. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും, എങ്ങനെയൊക്കെയാണ് അവിടെ വീട് നിൽക്കുന്നത്, മലയിടിയില്ലേ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വീടും അതിനുള്ളിലുള്ളവരും ഒക്കെ ഈ അഗാധമായ കുഴിയിൽ പതിക്കില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. മലയിടിച്ചിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്തിട്ട് ഇന്ന് നമ്മൾ ചെന്ന് നിൽക്കുന്നത് വിശ്വപ്രസിദ്ധമായ വലിയൊരു നിർമ്മിതിയുടെ മുമ്പിലാണ്. ഇതാണ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം. HPCA സ്റ്റേഡിയം എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമാണിത്. ഞാൻ ഇവിടെ നിന്ന് ചുറ്റും നിന്നൊന്ന് വീക്ഷിക്കുകയാണ്, എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുകയാണ്. വളരെ മനോഹരമായ സ്റ്റേഡിയമാണ് കേട്ടോ. വർണ്ണപ്പുതപ്പ് പുതച്ച ഒരു സ്റ്റേഡിയം നമ്മൾ ചിന്തിക്കാൻ, അത്ര മനോഹരമായ സുന്ദരമായ സ്റ്റേഡിയമാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. ഇത് ക്രിക്കറ്റിൻ്റെ സമയമല്ല ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാമല്ലോ, അങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് ജനമായിരിക്കും. ഞാൻ ഉള്ളിലേക്ക് കടക്കാനായിട്ട് തീരുമാനിച്ചു. ഉള്ളിലേക്ക് ചെന്നു. 23,000 പേർക്കിരിക്കാവുന്ന ഒരു വലിയ സ്റ്റേഡിയമാണിത്. ഏറ്റവും വലിയ സ്റ്റേഡിയം ഒന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. വളരെ മനോഹരമായ ഒരു സ്റ്റേഡിയമാണിത്. അങ്ങ് ദൂരെ നമുക്ക് മലനിരകളെ കാണാൻ പറ്റും. മഞ്ഞു പുതച്ചു നിൽക്കുന്ന ധൗളാധർ മലനിരകളുടെ പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ അതിമനോഹരമായ കായിക വേദിയാണ് ധർമ്മശാലയിലെ HPCA ക്രിക്കറ്റ് സ്റ്റേഡിയം. പച്ചപ്പാർന്ന മൈതാനവും നീലാകാശവും മഞ്ഞുമൂടിയ മലനിരകളും ഒന്നിച്ചു ചേരുമ്പോൾ ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകനും വിസ്മയഭരിതരാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വരുന്നത് ക്രിക്കറ്റ് മത്സരം കാണാൻ വേണ്ടി മാത്രമല്ല, പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാനുമായി ആയിരക്കണക്കിന് സഞ്ചാരികൾ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം സന്ദർശിക്കുന്നു. പ്രകൃതിയും കായികവും ഇത്ര മനോഹരമായി കൈകോർക്കുന്ന മറ്റൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ലോകത്ത് വളരെ കുറവാണ്. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഈ സ്റ്റേഡിയം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇതൊരു മനോഹരമായ കാഴ്ചയാണ്, സുന്ദരമായിരിക്കുന്ന കാഴ്ച. ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? സ്റ്റേഡിയത്തിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. ഇത് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ല. ആ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് അത് ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. അത് ചൈൽ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്താണ്. ഏകദേശം 8018 അടി ഉയരത്തിൽ, അഥവാ 2444 മീറ്റർ ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. 1893 പട്യാല മഹാരാജാവായ ഭൂവിന്ദർ സിംഗ് നിർമ്മിച്ച ആ മൈതാനം, അതും ദേവദാരു വനങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു കായിക വേദിയാണ്. അത് ചൈൽ മിലിറ്ററി സ്കൂളാണ് അത് ഉപയോഗിക്കുന്നത്. അത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമല്ല. അവിടെ ഇതുപോലുള്ള ഇരിപ്പിടങ്ങളോ മറ്റു കാര്യങ്ങളുമില്ല. നമ്മൾ ഇതിൻ്റെ പവിലിയനിലേക്ക് വന്നാൽ, ഇതിൻ്റെ പവിലിയൻ അത് മനോഹരമായിരിക്കുന്ന മേൽക്കുര, ഹിമാചലി ടിബറ്റൻ വാസ്തുശൈലികളുടെ സ്വാധീനത്തോടെ
രൂപകൽപ്പന ചെയ്ത മനോഹരമായത് ചുവപ്പും മഞ്ഞയും കലർന്ന പഗോഡ ശൈലിയിലുള്ള മേൽക്കുരകൾ ഈ സ്റ്റേഡിയത്തിന് പ്രത്യേകമായ ഭംഗി നൽകുന്നുണ്ട്. നമ്മൾ പവിലിയൻ കാണാനായിട്ടൊന്ന് പോകാം. ഇതാണ് പവിലിയൻ. ഇവിടെ കളിക്കാർക്കുള്ള ഡ്രസ്സിംഗ് റൂമുകളുണ്ട്, മാധ്യമപ്രവർത്തകർക്കുള്ള മീഡിയ സെൻ്ററുണ്ട്, അതുപോലെ തന്നെ VIP-കൾക്കുള്ള ലോഞ്ചുണ്ട്. തളാധർ മലനിരകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പവിലിയൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ക്രിക്കറ്റ് പവിലിയനുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹിമാചലി ടിബറ്റൻ വാസ്തുശൈലിയുടെ മനോഹരമായ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. ചുവന്ന പഗോഡ ശൈലിയിലുള്ള മേൽക്കുരകൾ ആധുനിക സൗകര്യങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്ന ഈ മനോഹരമായ പവിലിയൻ ക്രിക്കറ്റ് ആരാധകരെ മാത്രമല്ല വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ പിന്നിൽ ഉയർന്നു നിൽക്കുന്ന ധൗളാധർ മലനിരകൾ ഈ പവിലിയൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളിതെല്ലാം ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. എന്ത് മനോഹരമായിരിക്കുന്ന കാഴ്ചകൾ. ഇനി ഹിമാചൽ പ്രദേശിൽ ധാരാളം നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇനി നമുക്ക് ഹിമാചൽ പ്രദേശിലുള്ള ഒരു വാർ മ്യൂസിയം കാണാനായിട്ട് പോകാം. ആ വാർ മ്യൂസിയത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്.